എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചത്ത പച്ച, ബേബികൾ എന്നീ സിനിമകൾ ഉൾപ്പെടെ 15 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് തലൈവർ തമ്പി തലൈമയിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി ജീവനായകനായി പുറത്തിറങ്ങിയ ഏറ്റവും വലിയ തമിഴ് സിനിമയാണല്ലോ TTT. ഇപ്പോഴത്തെ ഈ ആക്ഷൻ കോമഡി ഡ്രാമ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അടുത്താഴ്ച ഫെബ്രുവരി 13 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ തകർത്തഭിനയിച്ച് കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വലതുവശത്ത് കള്ളൻ. ഇപ്പോഴത്തെ സിനിമയുടെ 3 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,25 ലക്ഷം രൂപയും, രണ്ടാം ദിനം 1,02 ലക്ഷം രൂപയും, മൂന്നാം ദിനം 1,11 ലക്ഷം രൂപയുമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,38 കോടി രൂപയാണ് സിനിമയുടെ കളക്ഷൻ. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 2,20 ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ആകെ മൊത്തത്തിൽ 3 ദിവസം കൊണ്ട് വലതുവശത്തെ കള്ളൻ ലോകമെമ്പാടും നിന്നും 5 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണ് പ്രകമ്പനം. ആദ്യ ദിവസം മുതൽ ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം 42 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ എങ്കിൽ രണ്ടാം ദിനം അത് 76 ലക്ഷം രൂപയിലേക്ക് ഉയർന്നു. മൂന്നാം ദിനം 1,33 ലക്ഷം രൂപയായിരുന്നു ചിത്രം വാരിക്കൂട്ടിയത്. ആകെ മൊത്തത്തിൽ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2,51 ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. അതോടെ ചിത്രം ലോകമെമ്പാടും നിന്നും 4 കോടിയിലേറെ രൂപ നേടി മുന്നേറുകയാണ്. സുധാ കുങ്കറ സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, ശ്രീലീല എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ പരാശക്തി. ചിത്രം ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. C5 ഇന്ത്യ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 7 വരുന്ന ആഴ്ച C5 വഴി OTT റിലീസ് ചെയ്യും. G പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി ഫാമിലി ഡ്രാമ ജോണറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആശകളായിരം. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് അപ്ഡേറ്റ് എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോകുല മൂവീസിന്റെ ബാനറിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ സെൻസർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ UE സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 5 രാവിലെ 10 മണി മുതൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും. ചിത്രം വരുന്ന ഫെബ്രുവരി 6 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തും. കീർത്തി സുരേഷ് നായികാവേശത്തിലെത്തി നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് വെബ് സീരീസാണ് അക്ക. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് മാസം നെറ്റ്ഫ്ലിക്സ് സീരീസ് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 13 എക്സ്പെക്റ്റഡ് ഡേറ്റ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം അജിത്ത് നായകനായി വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് AK-64. ചിത്രത്തിന്റെ വമ്പനൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്തെന്നാൽ അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമയായിട്ടായിരിക്കും ഈ AK-64 മൂവി ഒരുങ്ങുന്നത്. മാത്രമല്ല തെലുഗു ഇൻഡസ്ട്രികളിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അനിൽ സുങ്കര ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയിൽ ശ്രീലീല ആയിരിക്കും അജിത്തിന്റെ നായികയായി എത്തുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കും. അനോമി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. റഹ്മാൻ, ഭാവന, ദൃശ്യ എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ സെൻസർ റിപ്പോർട്ടും റണ്ണിംഗ് ടൈമും ഇപ്പോൾ പുറത്തു വരുമ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയ്ക്ക് UE സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായി. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കൊമ്പു CV. തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 6 വരുന്ന വെള്ളിയാഴ്ച തെങ്കോട്ട വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കാളി വെങ്കട്ട്, ശരത് കുമാർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ളത്. ദുൽഖർ സൽമാൻ, മൃണാൽ താക്കൂർ കോംബോയിൽ ബേഗി ബേഗി എന്നൊരു ഗാനം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. AR റഹ്മാൻ സംഗീതം നൽകി ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് കാറ്റഗറിയിലുള്ള ഗാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബേഗി ബേഗി എന്ന ഗാനം ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട്. റിതേഷ് മേനോൻ സംവിധാനം ചെയ്ത് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ദ റൈറ്റ്.
സിനിമയിൽ പ്രശാന്ത് മുരളി, ആൻ ശീതൾ, മാല പാർവതി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ മനോരമ മാക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച ഫെബ്രുവരി 6 അല്ലെങ്കിൽ ഫെബ്രുവരി 13 റൈഡ് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യും. D55 ധനുഷ് നായകനായി ശ്രീലീല കേന്ദ്ര കഥാപാത്രമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് D55 സായ് പല്ലവിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. സായ് അഭയങ്കർ മ്യൂസിക് ഒരുക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. എച്ച് വിനോദ് സംവിധാനം ചെയ്ത് തളപതി വിജയ് നായകനായി വരാനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് പാൻ ഇന്ത്യൻ സിനിമയാണ് ജനനായകൻ. സിനിമയുടെ സെൻസർ ഇഷ്യൂസിനെ തുടർന്ന് സിനിമയുടെ റിലീസ് വൈകിയെങ്കിലും ഇപ്പോഴത്തെ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെന്തെന്നാൽ സിനിമയുടെ സെൻസർ ഇഷ്യൂ അവസാനിച്ചെന്നും ചിത്രം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നേരത്തെ 3 മണിക്കൂർ റൺ ടൈം ഉണ്ടായിരുന്ന സിനിമയുടെ 20 മിനിറ്റ് കട്ട് ചെയ്ത് 2 മണിക്കൂർ 40 മിനിറ്റായി കുറച്ചിട്ടുണ്ട്. ഇനി സിനിമയുടെ റിലീസ് തീയതി നോക്കിയാൽ ലോകമെമ്പാടുമായി ഫെബ്രുവരി 13 ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ഡ്രാമ ഫാമിലി ജോണറിൽ നിവിൻ പോളി നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ബേബി ഗേൾ. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT റിലീസിനാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സോണി ലിവുമായി സിനിമയുടെ OTT ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഈ മാസം തന്നെ ബേബി ഗേൾ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ചത്ത പച്ച എന്ന സിനിമയെക്കുറിച്ചാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി ആക്ഷൻ ബോക്സിംഗ് ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് ചത്ത പച്ച. തിയേറ്ററിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാർച്ച് മാസം 2nd വീക്കിൽ ചത്ത പച്ച ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസാവും.